ഓരോ ദിവസത്തിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിൽ തോന്നുന്ന ഒരു ആശങ്കയുണ്ട്, ഈ ക്രിസ്ത്യാനികൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഓരോ ദിവസത്തിലുള്ള ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പുതിയ ആവിഷ്കാരങ്ങളും ജനങ്ങളുടെ ദൈവാനുഭവങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. എന്താണ്? ഈ ക്രിസ്ത്യാനികൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി ലീഡ് ചെയ്യണത് ദൈവാനുഭവത്തിൽ അക്രൈസ്തവരാണ്. നിങ്ങൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഉള്ളുകൊണ്ടുള്ള സന്തോഷം എന്താ നിങ്ങൾക്കറിയാവോ? ഈ ഉടമ്പടി അത്ര കണ്ട അറിവില്ലാത്തവർക്കും ഇത് വളരെ സങ്കീർണമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വളരെ ലളിതമായി നടപ്പിൽ വരുത്തിക്കൊണ്ട് ഉന്നതമായ ദൈവാനുഭവം പ്രാപിക്കുന്നവരുടെ സാധാരണക്കാരും അതുപോലെ തന്നെ അഭ്യസവിദ്യരുമുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റ്, ഈ ഫോർമുല ആപ്ലിക്കബിളാണ്. എക്സ്പീരിയൻഷ്യൽ ലെവലിലാണെങ്കിലും അത് ദൈവാനുഭവത്തിന് ആർക്കും സാധിക്കുന്നതാണ്. അല്പം ആത്മാർത്ഥത കാണിച്ചാൽ മതി എന്നാണ്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി വിശ്വാസത്തിലല്ല ചെയ്യണത്, പിന്നെ എന്തിലാണ്? വിശ്വസ്തതയിലാണ് ചെയ്യണമെന്നല്ലേ. വിശ്വസ്തതയാകുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഉടമ്പടി വിശ്വസ്തതയേക്കാൾ ഉപരി ആത്മാർത്ഥതയാണ് ഇതിൻ്റെ അകത്ത് അന്തസത്യം എന്ന് പറയണത്. നിങ്ങൾക്കൊരു ഉടമ്പടി അനുഭവങ്ങൾ വേണമെങ്കിൽ വിശ്വാസം ഓൾറെഡി ഉണ്ടാകണം, പിന്നെ എന്താണ്? വിശ്വസ്തത ഉണ്ടാവണം. വിശ്വാസത്തിൻ്റെ കണ്ടിന്യൂറ്റിക്കാണ് നമ്മൾ തുടർച്ചയുള്ള വിശ്വാസത്തിനാണ് നമ്മൾ വിശ്വസ്തത എന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടി പെട്ടെന്ന് ഒരു പ്രസൻസ് ഫീൽ ചെയ്യണമെങ്കിൽ, കാര്യം നിങ്ങൾക്ക് സൗഖ്യം വന്നെന്ന് ഒരു സാക്ഷ്യങ്ങൾ കേട്ടാൽ, ഇപ്പോൾ ക്യാൻസർ 4th സ്റ്റേജ് സുഖപ്പെട്ടു, ലിവർ ക്യാൻസർ സുഖപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും ഞാൻ അത്ര കണ്ട് ശ്രദ്ധിക്കത്തില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഉടമ്പടി എടുത്ത് കുറച്ച് വൃത്തിമയനായിട്ടൊക്കെ ജീവിച്ചവർക്ക് സ്വാഭാവികമായിട്ട് ബേസിക് ഗ്രേസ് ആണ് അതൊക്കെ. പക്ഷേ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ അത് ശ്രദ്ധിക്കും. കാര്യം മറ്റു പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്നും ഉടമ്പടിക്കുള്ള തനത് ദൈവാനുഭവം എന്ന് പറയണത്, ഉടമ്പടിയുടെ തനത് ദൈവാനുഭവം എന്ന് പറയണത് പ്രസൻസാണ്, ദൈവസാന്നിധ്യം. ഏത് ദുർഘട സമയങ്ങളിലും ദൈവസാന്നിധ്യം അനുഭവിക്കും. ദൈവസാന്നിധ്യത്തിന് സാധാരണ ലെവലിലെ ആൾക്കാർക്ക് പഞ്ഞം വരുന്ന സമയമുണ്ട്. ഇപ്പോൾ നമുക്ക് ആഹാരത്തിന് പഞ്ഞം വരുന്ന ക്ഷാമകാലമില്ലേ? ആഹാരത്തിന് ക്ഷാമകാലം ഉണ്ടായിരുന്നല്ലോ യുദ്ധം കഴിഞ്ഞപ്പോൾ. 1945 യുദ്ധം കഴിഞ്ഞപ്പോൾ ക്ഷാമകാലമായിരുന്നു ഇവിടെ, ഭയങ്കരമാണ്. അങ്ങനെയാണ് ജനങ്ങളൊക്കെ എല്ലാം നാടൊക്കെ വിട്ടു പോണത്. അപ്പം അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ക്ഷാമകാലം ഉണ്ടാകും. ദൈവാനുഭവം ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവും കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്നില്ലാതെ ഒരു അടയാളം കാണാത്ത കാലം, അതിന് ക്ഷാമകാലമാണ്. പക്ഷേ ഈ ക്ഷാമകാലത്ത് പോലും ഉടമ്പടിയിൽ ആത്മാർത്ഥതയായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു പ്രസൻസ് എങ്കിലും ഫീൽ ചെയ്യും. അവർക്ക് മൊത്തം ഒരു ക്ഷാമകാലത്തേക്ക് പോകത്തില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, എനിക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്, ഇതൊരു അപേക്ഷയായിട്ട് കരുതിയാൽ മതി, ആത്മാർത്ഥത കാണിക്കാൻ നോക്കണം ഉടമ്പടിയോട്. നിങ്ങളൊരു ഉടമ്പടിയാണ്, ദൈവവുമായിട്ട് ഒരു പരസ്പരമുള്ള ധാരണയിൽ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നിങ്ങൾ ദൈവസന്നിധിയിലൊരു കമ്മിറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. എന്താ അതിനെ പറഞ്ഞ പ്രതിബദ്ധത, സമർപ്പണം നടത്തിയിരിക്കുകയാണ്. അതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ദൈവസന്നിധി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ, പ്രതിബദ്ധതയുടെ കാരണങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭൗതികം ആവശ്യമായിരിക്കരുത്, ദൈവം തന്നെയായിരിക്കണം. മനസ്സിലായോ? ഇല്ലേ? ജോലി ലഭിക്കാനോ, വീട് വിൽക്കാനോ, വസ്തു ലഭിക്കാനോ, കടങ്ങൾ മാറാനോ, അതിൽ നിന്ന് ഉടമ്പടി വരെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഉടമ്പടി കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾക്ക് ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. പറഞ്ഞ മനസ്സിലായാലും ശ്രദ്ധിച്ച് കേൾക്കണം. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവർ നിങ്ങളുടെ ജോലി, കടങ്ങൾ പരിഹരിക്കുക, ജോലി കിട്ടുക, വിവാഹം കഴിക്കുക, വീട് വെക്കുക, അങ്ങനെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്, അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചനപ്പെടാനും ആശങ്കപ്പെടാനും പറ്റും.
പക്ഷെ വൺസ് യു ഗെറ്റ് ഇൻ ടു ദി കവനൻറ്റ്, നിങ്ങൾ ഒരിക്കൽ ദൈവമായിട്ടൊരു ഉടമ്പടി ബന്ധമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. എന്താണ്? എങ്ങനെ എൻ്റെ ദൈവവുമായിട്ട് ഡിവോയ്ഡ് ഓഫ് ദി ഫിസിക്കൽ ഡിമാൻഡ്സ്, നമുക്ക് ഉണ്ടാകുന്ന മറ്റു തരത്തിലുള്ള ഭൗതിക സമ്മർദ്ദങ്ങൾക്ക് അപ്പുറത്ത് എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് സാധ്യമാകുന്ന ഏറ്റവും സുതാര്യവും ഏറ്റവും ലളിതവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ എങ്ങനെ പരിപോഷിപ്പിക്കാൻ കഴിയും, അതിനെന്നെ സഹായിക്കണമെന്നാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിന് താഴെ 500 കമൻസ് ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. സാക്ഷ്യം ആരാണെന്നറിയാമോ? ഒരു അപ്പനും മകനും 100% അന്ധര. അപ്പോൾ ഈ അപ്പനും മകനും ആൾക്കാരെ കയറിയിരിക്കണം. അപ്പോൾ അവർ പറയുന്ന കാര്യം അവിടെ അന്ധത സുഖപ്പെടുത്തണമെന്നല്ല പറയണത്. അവർ പറയുന്ന കാര്യം രസമാണ്. അത് എഴുതിയിരിക്കുന്നത് മുഴുവനും ആ കമൻസുകളെല്ലാം പറഞ്ഞ മാതാവ് ഇനി ഇവർ ആൾക്കാരെ വരുമ്പോൾ ഇവിടെ കണ്ണ് തുറന്ന് കൊടുക്കണേ എന്നാണ് ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരതല്ല പറയണത്. അവർ അപ്പനും മകനും 100% അന്ധരാണ്. അവർ ആൾക്കാരെ കയറി നിൽക്കണം. അവർ പറയണത് അവരുടെ ഉടമ്പടി അനുഭവങ്ങളെക്കുറിച്ചാണ് പറയണത്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, മകന് അവന് 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അവർ അന്ധരാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവർ തോറ്റിട്ടില്ലെന്നല്ല, ജീവിതത്തിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഈ ജീവിതത്തിൻ്റെ വലിയ ഒരു പസ്സില് കൊട്ടത്തേങ്ങ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ്. എന്താ കാര്യം? സ്ക്രീൻ കാണാൻ പാടില്ലാത്തവൻ, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കാണാൻ പാടില്ലാത്തവൻ എങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണത്? അത് നോൺസെൻസ് അല്ലേ? നോൺസെൻസ് ആണെങ്കിലും അതിനൊരു സെൻസും ഇല്ലെങ്കിലും ആ മകനത് ആഗ്രഹിക്കുക. അപ്പം പറയണത് നമുക്ക് അമ്മയോട് പറയാവുന്ന പറയണത്. അപ്പം അതിൻ്റെ അകത്ത് ഇതെങ്ങനെ സാധിക്കൂടാന്നൊന്നും അപ്പൻ നിരുത്സാഹപ്പെടുത്തണില്ല. വിശ്വാസിക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസി ഓട്ടോമാറ്റിക്കായിട്ട് അവന് ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണ്? പ്രത്യാശ ഉണ്ടാകും. മനസ്സിലായില്ലേ? വിശ്വാസിക്ക് വിശ്വാസം മൂത്ത് കഴിയുമ്പോഴാണ് പ്രത്യാശ വരണത്. വിശ്വാസത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈശോയുടെ ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ലേ? വിശ്വാസം മൂത്ത് ഈശോ പ്രത്യാശ പ്രഘോഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ്? പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞ് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. മർക്കോസ് 14:36. 14:36. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. വിഷയം അതായത് മുമ്പേ കാണുന്ന വിഷയങ്ങൾ എന്താണ്? കർത്താവ് പറയുന്നത്, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമെന്നുള്ള ആ ദുർഘട നിമിഷങ്ങളിലും ദൈവത്തിന് അനന്ത സാധ്യതയെ പ്രഘോഷിക്കാനുള്ള സാധ്യതയാണ് വിശ്വാസം നൽകുന്നത്. വിശ്വാസത്തിൽ നിന്നാണ് ഈ പ്രത്യാശ വരുന്നത്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളെയും വിശ്വാസം സ്നേഹത്താൽ ഈ കടുക് എണ്ണയിൽ വറയിടുന്ന പോലെ വിശ്വാസം സ്നേഹത്താൽ മൂക്കും. അതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം എന്ന് പറയുന്നത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഗലാത്യ 5:6. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, ഉടമ്പടിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്?
സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ പ്രത്യാശ. അപ്പോൾ ഇവിടുത്തെ ഇപ്പം നമ്മൾ പെട്രോൾ കൊണ്ട് പ്രവർത്തനക്ഷമമായ കാറ്, ഏവിയേഷൻ ഓയിൽ കൊണ്ട് പ്രവർത്തനക്ഷമമായ എയ്റോപ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ സാങ്കേതിക ജ്ഞാനമാണിത്. നമ്മുടെ ഇതിലുള്ള വിശ്വാസം വരണത്, എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, ഉടമ്പടി ഒരു പരസ്പര ബന്ധമാണല്ലേ. അപ്പോൾ ഈ പരസ്പര ബന്ധത്തിൽ ഗിയർ ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയറിലേക്ക് പോകുമ്പോൾ സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷേ എങ്കിലും ഈ വിശ്വാസം എന്ന് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ഗിയറിന് അത് സ്നേഹത്തിലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ല ബുദ്ധിയിലല്ല. വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് ആ ബിബ്ലിക്കൽ ഫെയ്ത്ത് വർക്കൗട്ട് ചെയ്യണത് സ്നേഹത്താലാണ്. ബിബ്ലിക്കൽ ഹോപ്പ് വർക്ക് ചെയ്യണതും സ്നേഹത്താലാണ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് എന്താണ്? വാട്ട് ഈസ് അവർ ബേസിക് ചലഞ്ച്? അടിസ്ഥാനപരമായി നമ്മുടെ മുമ്പിലുള്ള ഉണ്ടാകുന്ന വെല്ലുവിളി എന്താണ്? സ്നേഹിക്കുക എന്നുള്ളതാണ്. ആരെ സ്നേഹിക്കുക? ദൈവത്തെ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത് ചോദിച്ചാൽ, എൻ്റെ മക്കളെ, ഏത് പച്ചപ്പാതയിലേക്ക് നിങ്ങളെ കണ്ണും പൂട്ടി പറയാൻ പറ്റണം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ദൈവത്തെ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ വിശേഷവിധിയായാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. മനസ്സിലായാലും എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നില്ലേ? പക്ഷെ നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത് എന്തിനാണ്? വിശേഷവിധിയായി. ഒന്ന് പറഞ്ഞേ, വിശേഷവിധിയായി ദൈവത്തെ സ്നേഹിക്കാൻ. അതെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ വെച്ചാൽ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഉത്തരം. എന്താണ് വിശേഷവിധിയായി എന്ന് പ്രത്യേകം പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എന്താണ് വിശേഷവിധിയായി? 5:46 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ മഹത്വം, മഹത്വം. മത്തായി 5:46. മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, അത് പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്ക് പറയാം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. എങ്ങനെ സ്നേഹിക്കാൻ? വിശേഷവിധിയായി എന്ന് പറഞ്ഞ് വിശേഷവിധിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കമ്പാരിസനാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈശോയോട് പറയും അത് മറ്റുള്ളവരും ചെയ്യുന്നുണ്ടെന്ന് പറയും. നിങ്ങളെ ന്യൂട്രലൈസ് കളയും. നിങ്ങൾ എന്ത് പുണ്യപ്രവർത്തികൾ ചെയ്താലും എപ്പോഴും നിങ്ങളുടെ ഒരു പ്രതിയോഗിയെ നിങ്ങൾ മനസ്സിൽ കാണണം. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? നിങ്ങളിപ്പോൾ ഉപവസിക്കുകയാണ്. അപ്പോൾ ഈശോ പറയും എന്തിനാണ് ഉപവസിക്കുന്നത്? അത് മകളെ കെട്ടിക്കാൻ. തീർന്ന് ആ സാധനം ഉപവാസത്തിൻ്റെ പടി ഗ്യാസ് ഔട്ടായി. നിങ്ങൾ ഉപവസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈശോ ചോദിക്കും എന്തിനാണ് ഉപവസിക്കുന്നത്? അത് മകളെ കെട്ടിക്കാൻ. തീർന്ന്. എന്താ കാര്യം? അത് ഒരു വിഷയം വെച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സമ്മർദ്ദത്തിലാക്കുകയല്ലേ? ഒരു വിഷയം വെച്ചിട്ടേ ഞാനിവിടെ എൻ്റെ മകളെ കെട്ടിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാകുമെന്നല്ലേ പറയണത്? ദൈവത്തെ ഭീഷണിപ്പെടുത്തിക്കണത്. എന്നിപ്പോൾ ഞാൻ ചെയ്യണമെന്നല്ല. അല്ല, നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞു എന്ന് കൂടി ഈ മാർക്കിടുന്ന ആളെ നോക്കും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണം. ഒരു ചോദ്യത്തിന് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ എന്ത് മാർക്കിട്ടെന്ന് കൂടി മാർക്കിടുന്ന ആളെ നോക്കും. എന്താ കാര്യം? ഈ ചോദ്യത്തിന് മറ്റ് ചോദ്യങ്ങളെല്ലാം തോക്കുകയും ഈ ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കോപ്പി അടിച്ചെന്നാണ്. അതാണ് സംഭവം. പറഞ്ഞാൽ മനസ്സിലാകേണ്ടത്. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മിനിമം വോൾട്ടേജ് ഇല്ലാതെ പറ്റത്തില്ല. ഇതൊരു സീരിയസ്, ഞാൻ എന്നും നിങ്ങളോട് കാലിയെ പിടിച്ച് പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ്. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങൾ കാണുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫ്രണ്ടിൽ കാണണം. എന്നിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കണം. ഒന്ന് കൈ നെഞ്ചത്ത് വെച്ചേ.
ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്തിൽ വളരാൻ വിശേഷവിദ്യയായ സാക്ഷ്യത്തിനായി പരിശുദ്ധാത്മാവിനാൽ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പൊ നമ്മൾ എവിടം വരെയാണ് നിർത്തിയത്? എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? എങ്ങനെ സ്നേഹിക്കാൻ? അതാ വിഷയം. ഇപ്പൊ ഓക്കെ ആയില്ലേ? അപ്പൊ അതാണ് എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പൊ നമ്മളെല്ലാം മറന്നു. ആശങ്കകൾ മറന്നു, വിവാഹം മറന്നു, ജോലി മറന്നു, മക്കളില്ലാത്ത അവസ്ഥ മറന്നു, ജോലി ഇല്ലാത്ത അവസ്ഥ മറന്നു, എല്ലാം നമ്മളെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കും. എവരിത്തിങ് നമ്മളെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കും. ഇപ്പോൾ ഈ അപ്പൻ്റെ കാര്യം, അപ്പൻ്റെ പേര് എന്താണ്? സുധീർ കുമാർ എന്നാണ് ഈ അപ്പന്തനായ അപ്പൻ്റെ പേര്. ആ മകൻ്റെ പേര് ദിനദേവ്. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അന്ധരാണ്. ഇവർ അന്ധരായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഈ മകൻ്റെ വിഷയം എന്താണ്? അവന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. അപ്പോൾ അവനോട് +1 കൊണ്ട് ചേർക്കും കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോൾ +1 ആദ്യം അവിടെ ചെല്ലുമ്പോൾ എല്ലാ തടസ്സമാണേ. നിങ്ങൾ എല്ലാ തടസ്സമാണെന്ന് പറഞ്ഞ് പുറകോട്ട് പോകരുത് കേട്ടാ. ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. എവിടെയെങ്കിലും പോയി തടസ്സം എടുത്താൽ എന്നെ കഴിയില്ല, അവിടെ പോയിട്ട് അതൊന്നും നടക്കത്തില്ലെന്ന്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബാക്ക് അടിക്കും. ഉടമ്പടി എടുക്കുന്നവരൊരിക്കലും ബാക്ക് അടിക്കരുത്. മുമ്പോട്ട് തന്നെ പോകത്തുള്ളൂ, നമ്മൾ പുറകോട്ട് വരത്തില്ല. ഉടമ്പടി എടുക്കുക. എന്താ കാര്യം? ഞാൻ നിനക്ക് മുമ്പേ പോകും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വായിച്ചോളൂ. ഞാൻ നിനക്ക് മുമ്പേ പോകും. മത്തായി 11:10. മത്തായി 11:10. ഇതാ നിനക്ക് മുമ്പേ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും. എപ്പോഴും ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉടമ്പടിക്കാർക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം എബ്രാഹത്തിനോട് പറഞ്ഞാലും വചനങ്ങളെന്ന് പറയുന്നത് ആരോട്? ഉടമ്പടി എടുത്തവർക്ക് വെളിപ്പെടുത്തിയ ജനകോടികൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങളാണ് ബൈബിൾ വചനങ്ങളെല്ലാം. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്തവർക്ക്, ദൈവത്തോട് ഉടമ്പടി എടുത്തവർക്ക് ദൈവം വെളിപ്പെടുത്തിയ ഉത്തരങ്ങളാണ് ബൈബിൾ വചനം മുഴുവനും. ഇപ്പോൾ എബ്രഹാം ഉടമ്പടി എടുത്തതാണ് അല്ലേ? പിന്നെ മോസസ് ഉടമ്പടി എടുത്തതാണ്. ഈ ഉടമ്പടി എടുത്ത ആൾക്കാർ ജോഷുവ ഉടമ്പടി എടുത്തതാണ്, ഈശോ ഉടമ്പടി എടുത്തതാണ്. ഈ ബൈബിളിലുള്ള എല്ലാ ആൾക്കാരും ഉടമ്പടി എടുത്തവരാണ്. പിതാവിനോടാണ് ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ എടുത്തവർക്കെല്ലാം ഈ ഉടമ്പടി എടുത്തവരോടാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ദൈവവചനം മുഴുവനും. ദൈവവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ദൈവത്തോട് ഉടമ്പടി എടുത്തവരോട് ദൈവം സംസാരിച്ച സംസാരങ്ങളാണ് വചനം. എന്താണ് ബൈബിൾ വചനം? എന്താണ് ഒന്ന് പറഞ്ഞാൽ? ദൈവത്തോട് ഉടമ്പടി എടുത്തവരോട് ദൈവം കൊടുത്തിട്ടുള്ള സംഭാഷണങ്ങളും വാഗ്ദാനങ്ങളുമാണ് വിശുദ്ധ ബൈബിൾ. അപ്പോൾ ഉടമ്പടി എടുത്തവരോട് സംസാരിച്ചതാണ്. അപ്പോൾ എബ്രഹാം ഉടമ്പടി എടുത്തതാണ്, മോസസ് ഉടമ്പടി എടുത്തതാണ്, ജോഷുവ ഉടമ്പടി എടുത്തതാണ്. അങ്ങനെ എല്ലാവരും തന്നെ ദൈവത്തോട് ഉടമ്പടിയിലാണ്. ഇപ്പോൾ ദാവീദ് പോലും ഉടമ്പടിയിലാണ് ദൈവമായിട്ട്. അത് ഉടമ്പടി വഴി ദാവീദിന് കിട്ടിയത് പരിശുദ്ധാത്മാവിനെ കിട്ടിയായിരുന്നു. പുള്ളിക്കാരൻ്റെ ചില ചുറ്റിക്കളിക്കാരനത് കളഞ്ഞെടുത്ത്, പക്ഷേ എന്നിട്ട് പുള്ളിക്ക് പക്ഷേ ആ ഉടമ്പടിയെക്കുറിച്ച് ഹി വാസ് സോ കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. പുള്ളി പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി, പക്ഷേ എനിക്ക് കലപ്പിടിച്ച് പറയുകയാണ്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എന്തോ ഒരു ദാവീദിൻ്റെ പ്രാർത്ഥനയെപ്പോലെ ഒരു പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ചങ്കലൊച്ചിട്ടില്ല. കാര്യം ആത്മീയ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴും ഇവൻ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് ഓർക്കും. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നിനക്ക് എപ്പോഴെങ്കിലും നിന്റെ പാപത്തെക്കുറിച്ചൊരു ഭാരം തോന്നിയാൽ നീ എപ്പോഴും ഓർക്കേണ്ടത് കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ചാണ്. എബ്രാഹത്തിനോ മോസസിനോ ഇല്ലാതിരുന്ന, ജോഷുവയ്ക്കും പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ഇല്ലാതിരുന്ന ഒരു ആനുകൂല്യം നമുക്കുണ്ട്. എന്താണ്? അവന്റെ വിശുദ്ധ രക്തം. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈ ദാവീദ് പോലും പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കൊലപാതകവും വ്യഭിചാരവും നടന്നിട്ട് മനുഷ്യൻ. രാജാക്കന്മാരുടെ കാലത്ത് ഈ പൊളിറ്റീഷ്യൻസിന് ഒത്തിരിയേറെ എപ്പോഴും ഇതുപോലെയുള്ള സംഘർഷങ്ങളും
തിന്മയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെ ഒരു പൊളിറ്റീഷ്യനായിരുന്നു ഈ ദാവീദ്. അങ്ങനെ ദാവീദ് വീണു പോയതാണ്. പക്ഷേ വീണു പോകുമ്പോഴും ഈ അത്യാഹിതത്തിൻ്റെ ആഴങ്ങൾ നിന്നുകൊണ്ടും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ദാവീദിന് ഒരു പ്രാർത്ഥന കിട്ടിയത് വരാൻ പോകുന്ന യേശുവിലൂടെ ദൈവം നൽകുന്ന ക്ഷമയുടെ അടിസ്ഥാനത്തിലാണ് പിതാവായ ദൈവം ദാവീദിനോട് പൊറുക്കണത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിലൂടെ ദൈവം ഭൂലോകത്തിന് മാനവവംശത്തിന് ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ അച്ഛൻ്റെ കൂടെ യേശു എന്താ പറഞ്ഞത്? ദാവീദിനോട്, യേശുവിന് എത്രയോ വർഷം മുമ്പാണ് ദാവീദുള്ളത്. അപ്പം ആ ദാവീദിൻ്റെ പാപങ്ങൾ പോലും പിതാവ് ദാവീദിനോട് ക്ഷമിച്ചത് ആ പാപത്തിന് ഭാവിയിൽ പരിഹാരം ചെയ്യാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തെയും ഓർത്തുകൊണ്ടാണ് കരുണ കാണിച്ചിരിക്കുന്നത്. ദാവീദും പ്രാർത്ഥിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ എന്നോട് ക്ഷമിക്കണമെന്ന കാര്യം ക്ഷമ അവൻ വഴി മാത്രമാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ വാക്യം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ പുത്രനായ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇപ്പം അക്രൈസ്തവ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. അവർക്ക് കുമ്പസാരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല, അല്ലേ? അവർ കാര്യം സഭയുടെ കൗദാശിക നീറുറവയിലേക്ക് അവർ വന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്കൊരു സാധ്യത എന്താണ്? നിങ്ങളെപ്പോഴും പറയേണ്ടത് ക്രിസ്തുവിൻ്റെ രക്തത്തെ പ്രതി എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ക്രിസ്തുവിൻ്റെ രക്തത്തെ ഓർത്തുകൊണ്ട്. കാര്യം ലോകത്തിലുള്ള എല്ലാ പാപക്ഷമയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ പരിഹാരം ചെയ്ത ആളിൻ്റെ നാമത്തിലാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.